അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ മാ അജ്മലുൽ ലുഹ എന്ന ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ യൂണിറ്റ് പഠിച്ചു കഴിഞ്ഞു. അത്തഹിയ്യാത്ത് മുതആറിഫ്, പരിചയപ്പെടലും പരിചയപ്പെടുത്തലും അഭിവാദ്യങ്ങളും എല്ലാം പഠിച്ചു കഴിഞ്ഞു. അതിലെ ഒന്നോ രണ്ടോ വർക്കുകളും ചെയ്തു കഴിഞ്ഞു. ബാക്കിയുള്ള വർക്കുകൾ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ അൽ വഹദ അസാനി യൂണിറ്റ് 2 ലാ തൻതഖിദ് എന്ന് പറഞ്ഞാൽ ഡോൺ ക്രിട്ടിസൈസ്, നിരൂപിക്കരുത്, വിമർശിക്കരുത്. അദ്ദക്തൂർ മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ അരീഫി എന്ന് പറയുന്ന സൗദി സ്കോളർ, സൗദി പണ്ഡിതന, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ നിന്നെടുത്തതാണ് ലാ തൻതഖിദ് എന്ന് പറയുന്ന ഈ ലേഖനം. നമ്മളിന്ന് ജീവിക്കുന്ന ഈ സാമൂഹിക അന്തരീക്ഷത്തിൽ ഇതിൽ പറയുന്ന ക്യാരക്ടറുള്ള ഒരുപാട് പേരെ നമുക്ക് കാണാൻ കഴിയും. എന്തിനും ഏതിനും നിരൂപിക്കുക, എന്തിനും ഏതിനും വിമർശിക്കുന്ന തരത്തിലുള്ള, ക്രിട്ടിസൈസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരുപാട് ആളുകളെ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കാണാൻ കഴിയും. അപ്പോൾ വളരെ മോശപ്പെട്ടൊരു സ്വഭാവ രീതിയാണ് എന്തിനേയും ഏതിനേയും കാരണം കൂടാതെ വിമർശിക്കുക എന്നത്, ക്രിട്ടിസൈസ് ചെയ്യുക എന്നത്. അത്തരത്തിലുള്ള സ്വഭാവ രീതികൾ നമ്മൾ മാറ്റുകയും വേണം. അപ്പോൾ ലാ തൻതഖിദ്, ഡോണ്ട് ക്രിട്ടിസൈസ്. അപ്പോൾ ക്രിറ്റിസിസം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, നിരൂപണം എന്ന്. സാഹിത്യത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് നിരൂപണം എന്ന്. സാഹിത്യത്തിൽ നല്ലതും ചീത്തയും വേർതിരിക്കാനുള്ളൊരു മാർഗരേഖയാണ് നിരൂപണം എന്നത്. അതൊരു ഒരു കലയാണ്. എന്നാൽ ലൈഫിൽ, ജീവിതത്തിൽ ഈ നിരൂപിക്കുക, എന്തിനും ഏതിനെയും വിമർശിക്കുക എന്ന നിരൂപണ ബുദ്ധി ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. അത്തരം സ്വഭാവ രീതികളുള്ളവരെ മറ്റുള്ളവർ വെറുക്കാനിടയാകും. അപ്പോൾ നമ്മുടെ ഈ പാഠം കൊണ്ട് ലക്ഷ്യമാക്കുന്നത് ആശയം മനസ്സിലാക്കുക, അതുപോലെ ഭാഷയുടെ സൗന്ദര്യം മനസ്സിലാക്കുക, പുതിയ വേർഡുകൾ മനസ്സിലാക്കുക, അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ദുഷിച്ച സ്വഭാവങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക എന്നൊക്കെയാണ് ഈ പാഠം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ നിരൂപണ സ്വഭാവമുള്ള, വിമർശന ബുദ്ധിയുള്ള ഒരാളുടെ സംഭവത്തിലൂടെ പോയി നോക്കാം. റക്കിബ സയ്യാറത്ത് സ്വാഹിബിഹി, ഒരാൾ തൻ്റെ സ്നേഹിതൻ്റെ കാറിൽ കയറി. റക്കിബ എന്ന് പറഞ്ഞാൽ വാഹനത്തിൽ കയറുക എന്നതിനാണ്. റക്കിബ സയ്യാറത്ത് സ്വാഹിബി, ഒരാൾ തൻ്റെ കൂട്ടുകാരൻ്റെ വാഹനത്തിൽ കയറി. ഫക്കാനത്ത് അവ്വൽ കലിമത്തിൻ കോലഹ, കാറിൽ കയറിയ ഉടനെ അയാൾ പറഞ്ഞ വാക്ക്, അയാളുടെ ആദ്യത്തെ വാക്ക്, യാ മാ അക്കദമ സയ്യാറത്തക, നീ ഇപ്പോഴും നിൻ്റെ ഈ പഴഞ്ചങ്കാറ് മാറ്റിയിട്ടില്ലേ? മാ അക്കദമ സയ്യാറത്തക്, ഹാവു, എത്ര പഴയ കാറാണിത്, നിങ്ങളെ കാർ എത്ര പഴയതാണ്. ഇപ്പോൾ നമ്മളെ നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ, ഇപ്പോഴും ഈ പഴഞ്ചങ്കാറൊന്നും മാറ്റിയിട്ടില്ലേ? അങ്ങനെ അയാൾ വലമ്മാ ദഖല ബൈത്തഹു, തൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് ചെന്നു. റഹൽ അസാസ് ഫക്കാല, അവിടെ അസാസ് എന്നാൽ വീട്ടുപകരണങ്ങൾ, ഫർണിച്ചറുകൾ. റഹൽ അസാസ്, അവിടുത്തെ വീട്ടുപകരണങ്ങൾ കണ്ടപ്പോൾ ഫക്കാല, ആ നിരൂപിക്കുന്ന, ആ വിമർശന ബുദ്ധിയുള്ള മനുഷ്യൻ പറഞ്ഞു, ഓ മാ ഹയ്യർത്ത അസാസക്ക്, നീ ഇപ്പോഴും ഈ പഴഞ്ചൻ ഫർണിച്ചറൊന്നും മാറ്റിയിട്ടില്ലേ? ഈ പാത്രവും കുടുക്കിയൊന്നും ഇതുവരെ മാറ്റിയിട്ടില്ലേ? ഇപ്പോഴും പഴഞ്ചൻ പാത്രങ്ങൾ തന്നെയാണോ? അപ്പോഴാണ് വലമ്മ റാൽ ഔലാദഹു, തൻ്റെ കൂട്ടുകാരൻ്റെ മക്കളെ അയാൾ കണ്ടത്. ഔലാദ്, വലതുൻ ജമ്മ് ഔലാദ്, ഔലാദഹു, കൂട്ടുകാരൻ്റെ മക്കളെ അയാൾ കണ്ടപ്പോൾ കോല, അയാൾ പറഞ്ഞു, മാഷാ അള്ളാഹ്, മാഷാ അള്ളാഹ് എന്ന് പറഞ്ഞു. ഹൽവീൻ, ഹൽവീൻ എന്ന് അറബിയിൽ ഉപയോഗിക്കുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ ക്യൂട്ട്, സ്വീറ്റ്, ക്യൂട്ടി, സ്വീറ്റി എന്നൊക്കെ പറയാറില്ലേ കുഞ്ഞുമക്കളെ കാണുമ്പോൾ? അതിന് അറബിയിൽ ഉപയോഗിക്കുന്ന പദമാണ് ഹൽവീൻ, ക്യൂട്ട്, എന്തൊരു സ്വീറ്റ്. ലാക്കിൻ, പക്ഷേ ലിമാദാമാ തൽബിസുഹും മലാബിസ് അഹ്സന മിൻ ആദി, പക്ഷേ കുട്ടികൾക്ക് ഇതിനേക്കാളും നല്ല വസ്ത്രമൊന്നും ധരിപ്പിക്കാനില്ലേ? ഇതിനേക്കാളും നല്ല വസ്ത്രമൊക്കെ ധരിപ്പിച്ചുകൂടെ എന്നായിരുന്നു അയാളുടെ ചോദ്യം. കുട്ടികളൊക്കെ നല്ല വസ്ത്രം തന്നെ ധരിച്ചിരിക്കുന്നത്, പക്ഷേ ഇയാളുടെ ചോദ്യം എന്താണ്? എന്താ ഇവർക്ക് ഇതിനേക്കാളും ഭംഗിയുള്ള വസ്ത്രം ധരിപ്പിച്ചുകൂടെ എന്നായിരുന്നു അയാളുടെ ചോദ്യം. എന്തിലും പ്രശ്നങ്ങൾ കണ്ടെത്തുന്നൊരു സ്വഭാവം. ലാക്കിൻ ലിമാദാമ തൽബിസുഹും മലാബിസ് അഹ്സന മിൻ ആദിഹി, ഇതിനേക്കാളും നല്ല ഭംഗിയുള്ള വസ്ത്രമൊന്നും ധരിപ്പിച്ചുകൂടെ? അപ്പോഴാണ് വലമ്മ ഖദ്ദമത്ത് ലഹു സൗജത്തുഹു ത്വആമഹു, അപ്പോഴാണ് സുഹൃത്തിൻ്റെ ഭാര്യ അയാൾക്ക് ഭക്ഷണം കൊണ്ടുവന്നു കൊടുത്തു. വഖദ് വഖഫത്ത് അൽ മിസ്കീന ഫിൽ മത്ബഖി സആത്ത്, മത്ബഖ് കിച്ചൺ, സആത്ത് മണിക്കൂറുകളോളം അടുക്കളയിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഭക്ഷണം കൊണ്ടുവന്നു കൊടുത്തു. വഖദ് വഖഫത്ത്, അവർ നിന്നു പറഞ്ഞാൽ
ഒരുപാട് മണിക്കൂറിൽ അടുക്കളയിൽ ചിലവഴിച്ചിട്ടുണ്ടാക്കിയ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തു. റഹ അൻവാ അഹു, ആ ഭക്ഷണത്തിലെ ഇനങ്ങൾ, ഐറ്റംസൊക്കെ അയാൾ കണ്ടപ്പോൾ, നൗ ഉൻ ജം അൻവാ, ഇനങ്ങൾ, ടൈപ്സ്. ഫക്കാൽ, അയാൾ പറഞ്ഞു, യാ അള്ളാഹ്, ഓ അള്ളാഹ്, ലിമാദാമ തബഖ്തി അർ റുസ്, നിങ്ങളെനിക്ക് ചോറുണ്ടാക്കിയിട്ടില്ലേ? റുസ്, അരി, ചോറ് കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ലേ? ഓഹ്, അൽ മിൽഹു കലീൽ, ഉപ്പ് വളരെ കുറവാണ്. ലം അക്കുൻ അഷ്തഹി ആദന്നഹു, ഇത്തരത്തിലുള്ള ഭക്ഷണം എനിക്കിഷ്ടമല്ല, അല്ലെങ്കിൽ ഈ രുചി എനിക്ക് ഇഷ്ടമല്ല. ലം അക്കുൻ അഷ്തഹി ഹാദന്നഹു, ഈ തരത്തിലുള്ള ഭക്ഷണം അല്ലെങ്കിൽ ഈ ഇനം രുചി എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ കുറ്റവും കുറവും ഇയാളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ വളരെ മോശപ്പെട്ടൊരു സ്വഭാവ രീതിയാണ് ഈ എന്തിനേയും വിമർശിക്കുക, എന്തിനേയും ക്രിട്ടിസൈസ് ചെയ്യുക എന്ന ഈ സ്വഭാവം. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നൊരു കഥയുണ്ട്. ഒരു നാട്ടിൽ എന്തിനേയും ഏതിനേയും വിമർശിക്കുന്ന, അതിൻ്റെ കുറ്റങ്ങളും കുറവുകളും ന്യൂനതകളും കണ്ടെത്തുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നാട്ടിലൊരു പ്രമാണിയായ മനുഷ്യൻ മനോഹരമായൊരു വീടുണ്ടാക്കി, നല്ല ഉറപ്പിലും ഒരു കാഴ്ചയിലൊരു കുറ്റവും കുറവും കണ്ടെത്താൻ പറ്റാത്ത വിധത്തിലുള്ളൊരു വീടുണ്ടാക്കിയപ്പോൾ ഈ നിരൂപിക്കുന്ന, എന്തിനേതും കുറ്റം കണ്ടെത്തുന്ന ആളോട് ആളുകൾ ചോദിച്ചു, എങ്ങനെയുണ്ട് വീട്? അപ്പോൾ അയാൾ പറഞ്ഞത്, വീട് പൊളിക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും, പിന്നെ അത്ര ഉറപ്പിലാണല്ലോ ഉണ്ടാക്കിയത്. എന്ന് വെച്ചാൽ എന്തിനേയും നെഗറ്റീവായി സമീപിക്കുന്ന ചില സമീപനങ്ങൾ ചില ആളുകൾക്ക് ഉണ്ടാവാറുണ്ട്. അത്തരം സമീപനങ്ങൾ നമ്മളിൽ ആർക്കും ഉണ്ടാവാൻ പാടില്ല, അത് ഒഴിവാക്കണം, അത് ഒഴിവാക്കേണ്ട സ്വഭാവമാണ് എന്നാണ് അദ്ദക്തൂർ മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ അരീഫി ലാ തെൻതഖിദ് എന്ന പാഠത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്.